ഹായ് ഹലോ വെൽക്കം ടു പിക്സൽ റൂട്ട്സ്. നമ്മുടെ ഇന്നത്തെ യാത്ര അതിരപ്പള്ളി ഫോറസ്റ്റ് വഴി മലക്കപ്പാറയിലേക്കാണ്. ശിഥില വനത്തിനുള്ളിലെ തേയിലത്തോട്ടത്തിനകത്തുള്ള ഒരു പഴയൊരു ബ്രിട്ടീഷ് ബംഗ്ലാവിലേക്കാണ് ഷേക്കൽ മുടി. ഈ അതിരപ്പള്ളി റോഡിൽ നമ്മൾ പല വട്ടം പോയിട്ടുണ്ടെങ്കിലും ഓരോ വട്ടവും നമുക്ക് ഓരോ ക്ലൈമറ്റും ഓരോരോ കാഴ്ചകളാണ് ഇവിടുത്തെ കാട് എപ്പോഴും സമ്മാനിക്കാറ് അല്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് വാഴച്ചാലിലും അതിരപ്പള്ളിയിലൊന്നും വണ്ടി സ്റ്റോപ്പ് ചെയ്യുന്നില്ല കേട്ടോ. നമ്മൾ ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് ആ ഷേക്കൽ മുടി എന്ന് പറയുന്ന ആ ഒരു പഴയൊരു ബ്രിട്ടീഷ് ബംഗ്ലാവാണ്. നല്ല മഴക്കാലമായതുകൊണ്ട് തന്നെ അത്യാവശ്യം അതിരപ്പള്ളിയിൽ വെള്ളമാണ് കേട്ടോ. ഞാൻ അവിടെ കാണിക്കണമെന്ന് ചോദിച്ചു, പക്ഷേ ഇന്ന് ഞായറാഴ്ചതിൻ്റെ പേര് നല്ല തിരക്കായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഏർലി മോർണിംഗ് തന്നെ വെച്ച് പിടിച്ചു. ഏകദേശം ഏർലി മോർണിംഗ് അല്ല, സമയം ഇപ്പോൾ ഒരു 7-8 മണിയാവുന്നു. എന്നെ സംബന്ധിച്ച് അതൊരു ഏർലി മോർണിംഗ് ആണ്. അപ്പോൾ നമ്മൾ വാഴച്ചാലിലും സ്റ്റോപ്പ് ചെയ്യുന്നില്ല. ഈ വരുന്ന വഴിക്ക് ഇവിടെ ചാർപ്പ വെള്ളച്ചാട്ടത്തിൽ അത്യാവശ്യം നല്ല വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി മലക്കപ്പാറയാണ് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ. എന്താ വരുന്നൊരു ആനവണ്ടി ആട്ടിച്ച് മീനിച്ച മച്ചാൻ വരുന്നത്. എനിക്ക് തോന്നുന്നു മലക്കപ്പാറ എന്നുള്ള ഫസ്റ്റ് ബസ്സാണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ വാഴച്ചാൽ ചെക്ക് പോസ്റ്റ് എത്തിയിട്ടോ. നമ്മുടെ വണ്ടിയുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്താൽ നമുക്ക് ഇവിടുന്ന് ഒരു പാസ് കിട്ടും. 2 മണിക്കൂറാണ് നമുക്ക് ഇവിടുന്ന് മലക്കപ്പാറ ചെക്ക് പോസ്റ്റിലേക്ക് കടക്കാനായിട്ട് ഇവർ തന്നിരിക്കുന്ന സമയം. അപ്പോൾ ഏകദേശം ആ സമയത്തിനുള്ളിൽ തന്നെ അവിടെ റീച്ച് ആവാനായിട്ട് നോക്കുക എന്ന് കരുതി ആരും കാട്ടിക്കൂടെ വെച്ചടിച്ച് പോകുന്നും വേണ്ട. ഒരു 10 മിനിറ്റ് വൈകിയാലും പ്രത്യേകിച്ച് വലിയ ഫൈനൊന്നും കിട്ടത്തില്ല. ഫൈൻ കിട്ടില്ല എന്ന് കരുതിയിട്ട് ആരും ഒരുപാട് നേരം കാട്ടിൽ സ്പെൻഡ് ചെയ്യും വേണ്ട കേട്ടോ. ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് നമ്മൾ കുറച്ചും കൂടി മുന്നോട്ട് വരുമ്പോഴാണ് യഥാർത്ഥ കാട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ കാടിൻ്റെ ഒരു മണം ഉണ്ടല്ലോ, ചീവീടുകളും എവിടെയൊക്കെയോ ഒഴുകുന്ന കാട്ടുവരികളൊക്കെ ആയിട്ട് ഒരു കാടിൻ്റെ ഒരു പ്രത്യേക ആംബിയൻസ്, അത് നമുക്ക് പതുക്കെ ഫീൽ വന്ന് തുടങ്ങി കേട്ടോ. മഴ പെയ്ത് കിടക്കുന്നതുകൊണ്ട് തന്നെ ആനനെ കാണാൻ സാധിക്കില്ല എന്നാണ് അവിടുത്തെ ചെക്ക് പോസ്റ്റിലെ ഫോറസ്റ്റ് ഗാർഡ് പറഞ്ഞത്. എന്തായാലും നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. ബാക്കിയൊക്കെ ഒരു ഭാഗ്യം അല്ലേ. അങ്ങനെ മുന്നോട്ട് വന്നിട്ട് ഷോളർ ഡാമിൻ്റെ കാഴ്ച കണ്ട് നിൽക്കുമ്പോഴാണ് നമ്മുടെ ഫസ്റ്റ് സൈറ്റിന് നമുക്ക് കിട്ടിയത്. ആരാണെന്നല്ലേ? അതെ, ദ ഗ്രേറ്റ് ഇന്ത്യൻ ഹോൺബിൽ, നമ്മുടെ സ്വന്തം മലമുഴക്കി വേഴാമ്പൽ. പക്ഷേ കൺകുളിർക്കെ കാണാനായിട്ട് എനിക്ക് ഭാഗ്യം ഉണ്ടായില്ല. പിന്നാലെ വന്ന വണ്ടികൾ ഉള്ള പിള്ളേരുകൾ കൂകി ഒച്ചയുണ്ടാക്കി ആകെ നാശാക്കി വേഴാമ്പലിൻ്റെ വഴിക്ക് പോയി. അപ്പോൾ ഇങ്ങനെ ഈ കാട്ടിലൊക്കെ വന്നിട്ട് ഇങ്ങനെ ചെയ്യുന്നവരോട് എന്താ പറയേണ്ടതെന്നുള്ള കാര്യം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നമ്മൾ വന്നു, ഫോറസ്റ്റിലാണ് നമ്മൾ വരുന്നത്. നമ്മൾ കുറച്ചൊക്കെ ഒരു സൈലൻസ് കീപ്പ് ചെയ്ത് അവിടെ വരുന്നു, കാണുന്നു, ആസ്വദിക്കുന്നു, എങ്ങനെ വേണ്ടേ. പക്ഷേ ആകെ ശബ്ദം ഉണ്ടാക്കി ബഹളം ഉണ്ടാക്കി ആ വേഴാമ്പലിയും പറത്തി വിട്ട് അവർക്കും സമാധാനമായി, എനിക്ക് എൻ്റെ ഫുട്ടേജും കിട്ടിയില്ല. എന്താണത്? പോട്ടെ, അടുത്ത് പിടിക്കാം. അങ്ങനെ നമ്മൾ മലക്കപ്പാറ എത്തിയിട്ടോ. വളരെ ചെറിയൊരു മലയോര ഗ്രാമം. റോഡ് വളരെ ചെറുതാണ്, പക്ഷേ പൊട്ടിപ്പൊളിഞ്ഞതും. അങ്ങനെ തമിഴ്നാട് ചെക്ക് പോസ്റ്റ് എല്ലാം കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് വരുമ്പോൾ ഏകദേശം ഒരു 2 കിലോമീറ്ററിനുള്ളിലായിട്ട് ചെറിയൊരു ഹെയർ പിന്നും ലെഫ്റ്റിലോട്ട് പൊട്ടിപ്പൊളിഞ്ഞൊരു വഴിയുണ്ടാവും. ആ വഴിയിലോട്ട് വേണം നമുക്ക് ഡിവൈറ്റ് ചെയ്യാനായിട്ട്. അവിടുത്തെ തിരക്കെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെയും മുന്നോട്ട് വരുമ്പോൾ വളരെ വിജനമായ വഴിയാട്ടോ. എന്നോട് പറഞ്ഞത് ഒരു ബസ് സ്റ്റാൻഡ് കാണും അവിടെ നിന്ന് ലെഫ്റ്റിൽ നിന്നാണ്. പക്ഷെ അത് ബസ് സ്റ്റാൻഡ് അല്ല, ബസ് സ്റ്റോപ്പാണ്. ഇവിടെ അങ്ങനെയായിരിക്കും പറയുന്നുണ്ടാവുക. അതുപോലെ നമ്മൾ ഈ പോകുന്ന വഴിക്കെല്ലാം ബംഗ്ലാവിൻ്റെ ചെറിയ സൈനിങ് ബോർഡ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നോക്കി പോയിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം നോക്കാണ്ട് പോയി എന്തായാലും വഴി തെറ്റും, ഡെഫിനറ്റാണ്. അങ്ങനെ നമ്മൾ മെയിൻ റോഡിൽ നിന്നും ഏകദേശം ഒരു 5-6 കിലോമീറ്റർ ഉള്ളിലോട്ട് പോകുന്നു കേട്ടോ. ഇതിപ്പോൾ ഏതൊരു ഗ്രാമത്തിലേക്ക് പോകുന്ന പോലെ ഒരു ചെറിയ വഴിയല്ലേ, ചെറിയൊരു അമ്പലവും ഒരു സിനിമ ഫ്രെയിമൊക്കെ ഇല്ലേ, അത് അവിടെ സൈനിങ് ബോർഡ് കാണാം. റൈറ്റ് സൈഡിലേക്കാണ് നമുക്ക് പോകേണ്ടത്. എനിക്ക് തോന്നുന്നു ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് അവരുടെ പ്രോപ്പർട്ടി ആയിരിക്കാം. എന്തായാലും പോയി നോക്കാം. നല്ല കിഴക്കൻ കാറ്റ് വീശി നല്ല മഴ വരുന്നുണ്ട് കേട്ടോ. ഇതാ കണ്ടില്ലേ, കാർമേഘങ്ങളൊക്കെ ഇങ്ങനെ മൂടി ഇതാ പറഞ്ഞു നിൽക്കുന്ന സമയം കൊണ്ട് തന്നെ മഴ പെയ്തു. കാട്ടിലെ മഞ്ഞും മഴയും മഴ നനഞ്ഞു നിൽക്കുന്ന മയിലും, ആഹാ അന്തസ്.
അങ്ങനെ നമ്മൾ ഷേക്കൽമുടി ബ്രിട്ടീഷ് ബംഗ്ലാവിൽ എത്തിയിട്ടോ. ഈ ഒരു മലയുടെ മുകളിൽ നമ്മൾ മാത്രമേ ഉള്ളൂ. ഈ ഇട്ടാവട്ടത്തായിട്ടൊന്നും ആരും താമസക്കാരൊന്നുമില്ല. എന്തായാലും നമുക്ക് ചെക്ക് ഇൻ ചെയ്തിട്ട് ഞാൻ ഇവിടുത്തെ ബാക്കി വിശേഷങ്ങൾ നിങ്ങളെ കാണിക്കാം. നല്ല മഴ. ഇവിടുത്തെ വിശേഷങ്ങൾ പറയും മുമ്പേ ഒന്ന് ഹോട്ടായാലോ? ഒരു ചായയൊക്കെ കുടിച്ച് ഒന്ന് ചില്ലാവാം. ഇവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട. ഒരു ചായ ഗ്ലാസ് എടുത്ത് ഈ വരാന്തയിൽ ഇങ്ങനെ ഇരുന്നാൽ മതി. സമയം പോണതേ അറിയില്ല. എന്തായാലും ഇപ്പം മഴ മാറാണ്ട് വേറെ ഒന്നും ചെയ്യാനില്ല. എന്തായാലും മഴ മാറട്ടെ. മഴ മാറിയാൽ മാത്രമേ എനിക്ക് നിങ്ങളെ ഈ ഒരു ചുറ്റുപാടും പരിസരമൊക്കെ ഒന്ന് കാണിക്കാൻ സാധിക്കുള്ളൂ. ഇതാണ് ഷേക്കൽമുടി. 95 വർഷം പഴക്കമുള്ള കൊളോണിയൻ കാലഘട്ടത്തിലെ ബ്രിട്ടീഷുകാരുടെ സമ്പൽ സമൃദ്ധിയെ സൂചിപ്പിക്കുന്ന ഷേക്കൽമുടി. വലിയൊരു കാടിനകത്ത് മലയുടെ ഒരു ഓരത്തായിട്ടാണ് നമ്മുടെ ഈ ഒരു ബ്രിട്ടീഷ് ബംഗ്ലാവ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഏകദേശം 360 ഡിഗ്രി വ്യൂ ആണ് നമുക്ക് ഇവിടെ നിന്നും തേയിലത്തോട്ടം മൊത്തത്തിൽ അങ്ങോട്ട് കാണാം. പിന്നെ അങ്ങ് ദൂരെയായിട്ട് ഷോളയാർ ഡാമിന്റെ ഷട്ടറൊക്കെ ഉണ്ടോ, അതും നമുക്ക് ഇവിടെ നിന്ന് കാണാം. ഇന്നും 2024 വിജനമായി കിടക്കുന്ന ഈ ഒരു പരിസരത്തൊക്കെ കണ്ടോ, തൊട്ടപ്പുറത്തൊന്നും വീടുകളൊന്നുമില്ല. എന്നിട്ട് കൂടിയും 100 കൊല്ലം മുമ്പ് ഈ ഒരു സായിപ്പ് എങ്ങനെയായിരിക്കും ഇവിടെ വന്ന് ഇങ്ങനെ ഈ ഒരു ബിൽഡിംഗ് എല്ലാം കെട്ടിപ്പൊക്കി ഇവിടെ ഒരു സാമ്രാജ്യം പടുത്തുയർത്തിയതല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മളെ കൊണ്ട് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോന്ന്. ഇന്നിപ്പോൾ ഇവിടെ നല്ല മഴയാട്ടോ, അതുകൊണ്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 200 ടൈപ്പ് ഓഫ് ബേർഡ്സിനൊക്കെ നമുക്ക് വാച്ച് ചെയ്യാനായിട്ട് പറ്റുമായിരുന്നു. അതുപോലെ തന്നെ വൈൽഡ് അനിമൽസിന്റെ നല്ല രീതിക്കുള്ള പ്രസൻസ് ഉള്ള ഒരു പ്രോപ്പർട്ടിയാണത്. പുള്ളിപ്പുലിയാണ് ഇവിടുത്തെ നിത്യ സന്ദർശകൻ എന്നാണ് നമ്മുടെ കെയർടേക്കർ പറഞ്ഞത്. അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ച ഈ വരാന്തക്കൂടെ കരടി പോയി എന്നാണ് പുള്ളി പറഞ്ഞത്. തള്ളിയതല്ല കേട്ടോ, ഉള്ള കാര്യമാണ്. പക്ഷെ പുള്ളി എന്ന് പറയുന്നില്ല. ആരാണ് പുള്ളി എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. പുള്ളി ഒരു നിസ്സാരക്കാരനല്ല. ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഓൾ ഇൻ ഓൾ ആണ്. പുള്ളി ചെയ്ത ഒരു ഡോക്യുമെന്ററി ഉണ്ട്, അത് ഞാൻ ലാസ്റ്റ് പറയാം. അതാണ് നല്ലത്. ഈ പറയാനുള്ളത്, നിങ്ങൾ ബേർഡ് വാച്ചിങ്ങും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ, അതുപോലെ തന്നെ നിങ്ങൾ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസാണ് ഈ ബ്രിട്ടീഷ് ബംഗ്ലാവ്. ഇവിടെ വന്ന് വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യരുത്. ഒരു കപ്പ് കട്ടൻ ചായയുമായി ആ കാണുന്ന ഈസി ചെയറിൽ നിന്ന് നോക്കത്ത ദൂരത്തേക്ക് നോക്കിയിരുന്ന് മൃഗങ്ങളെയും പക്ഷികളെയൊക്കെ വാച്ച് ചെയ്തിരിക്കാൻ തന്നെയാണ് ഇവർ നമ്മളോട് ആവശ്യപ്പെടുന്നതും. കണ്ടോ, അതിവിശാലമായ റൂമുകളാണ്. സായിപ്പിൻ്റെ ബംഗ്ലാവ് എന്ന് പറഞ്ഞാൽ തന്നെ അറിയാലോ, ഏറ്റവും നല്ല കാറ്റും വെട്ടവും വെളിച്ചവും ഒക്കെ വരുന്ന അതിവിശാലമായ റൂമുകൾ. ഈ റൂമിലേക്ക് നമുക്ക് 3 സ്ഥലത്ത് കൂടി പ്രവേശിക്കാം കേട്ടോ. അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ഏകദേശം നമുക്ക് ഒരു 2 ആൾക്ക് കിടക്കാവുന്ന ഒരു ബെഡും പിന്നെ ഒരു സെപ്പറേറ്റ് ബെഡും ഉണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ഡൈനിങ് ഏരിയ കണ്ടോ, ആ ഒരു പഴയൊരു പ്രൗഢി ഒന്ന് നോക്കിയേ. എന്താലേ, എത്ര വലിയ ചർച്ചകൾ, വട്ടമേശ സമ്മേളനങ്ങളൊക്കെ നടത്തിയ തീന്മേശയല്ലേ. അതുപോലെ തന്നെ ഫുഡൊന്നും ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ. നല്ല ബെസ്റ്റ് ഫുഡാണ് ഇവിടുത്തെ. ഇതാണ് ഇവിടുത്തെ അകത്തളം. ന്യൂജൻ ഭാഷയിൽ ഹാൾ എന്നൊക്കെ പറയും. കണ്ടില്ലേ, വളരെ നീറ്റായിട്ടാണ് എല്ലാം ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. കാലപ്പഴക്കത്തിൻ്റെതായ യാതൊരു വൈറ്റ് ക്ലബിങ്ങുകളും അവിടെ കാണുന്നില്ല. എല്ലാം നല്ല ഫ്രഷ് ആൻഡ് നീറ്റാണ്. അതുപോലെ ആ പുസ്തകങ്ങളെല്ലാം കണ്ടില്ലേ, ഇവിടുത്തെ പുസ്തകങ്ങളെല്ലാം ഈ കാടുമായി ബന്ധപ്പെട്ടതാണ്. ഒന്നില്ലെങ്കിൽ വൈൽഡ് അനിമൽസിൻ്റെ ആയിരിക്കാം, അല്ലെങ്കിൽ ബേർഡ് വാച്ചിങ്ങിൻ്റെ ആയിരിക്കാം, അല്ലെങ്കിൽ പക്ഷികളെ കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫിനെ കുറിച്ചൊക്കെ ആയിരിക്കാം. അതുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളാണ്. അതൊക്കെ താല്പര്യമുള്ളവർക്ക് എടുത്ത് വായിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ ഇവിടുത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് കാലാവസ്ഥയ്ക്കൊന്നും അനുകൂലമാണെങ്കിൽ ഒരു ഓഫ് റോഡ് ജീപ്പ് സഫാരി ഒക്കെ ഉണ്ട് കേട്ടോ. അതിന് നമ്മൾ അഡീഷണൽ പേയ്മെൻറ്റ് കൊടുക്കണം. അതുപോലെ തന്നെ എടുത്ത് പറയേണ്ട കാര്യമാണ് ഇവിടുത്തെ സർവീസ്. ഒന്നും പറയാനില്ല, 100-ൽ 100 മാർക്ക്. അതെന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ പറയുന്നതിനേക്കാളും നല്ലത് നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ, ഭാവിയിൽ എപ്പോഴെങ്കിലും ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യും. അതിൽ ഒരു സംശയവും വേണ്ട. ഒരു ദിവസം വന്ന് കാടറിഞ്ഞ് വളരെ സമാധാനത്തോടെ പീസ്ഫുള്ളായി ശാന്തനായി ഒന്ന് താമസിച്ചു പോകാൻ ഒരു സ്ഥലം നിങ്ങൾ നോക്കുകയാണോ, എന്നാൽ ഈ ലൊക്കേഷൻ നിങ്ങൾക്കുള്ളതാണ്. അതേപോലെ ഞാൻ ലാസ്റ്റ് പറയാമെന്ന് പറഞ്ഞില്ലേ ഒരു പുള്ളിനെ കുറിച്ചിട്ട്. പുള്ളി വെറും ഒരു പുള്ളിയല്ല, പുള്ളി ഈ ബംഗ്ലാവിലെ എല്ലാമാണ്. ഇവിടെ വരുന്ന സഞ്ചാരികൾക്കായിട്ട് ഇവരൊരു ഡോക്യുമെന്ററി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണ് ആ ഒരു ഡോക്യുമെന്ററി. അവരുടെ 3 വർഷത്തെ ആ ഒരു അധ്വാനം. എൻ്റെ ലൈഫിൽ ഞാൻ ഇതുപോലെ ഒരു ഡോക്യുമെന്ററി കണ്ടിട്ടില്ല. നമ്മളവിടെ ഇരുന്ന് പോകില്ലേ, ആ ഒരു അവസ്ഥ.
അപ്പോൾ അത് ഇവിടെ വരുന്നവർക്ക് മാത്രം കാണാൻ സാധിക്കുന്ന ഒരു അപൂർവ വിഷ്വൽസാണത്. നിങ്ങൾ എന്തെങ്കിലും ഇവിടെ വരികയെന്നുണ്ടെങ്കിൽ ഈ ഡോക്യുമെൻ്ററി മറക്കാതെ അവരുടെ അടുത്ത് ചോദിച്ച് കാണിക്കാൻ പറയണം കേട്ടോ. അതൊരിക്കലും മിസ് ചെയ്യരുത്. ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ.